ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും പോത്തുകൾ നമ്മൾ പാടത്തും അങ്ങനെ അതുപോലെ തീറ്റയുള്ളിടത്തൊക്കെ കൊണ്ടുപോയി കെട്ടുമ്പോൾ പോത്തുകളെ മോരികൾക്ക് പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പോത്തുകളെ കെട്ടുമ്പോൾ എപ്പോഴും ഇങ്ങനെ അതുപോലെ ചാലോ കുറച്ച് വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഉള്ളിടത്ത് വല്ല കുഴിയല്ല, വലിയ കുഴിയല്ല, ചെറിയ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നിടത്തൊക്കെ ഇവരെ കെട്ടാൻ ശ്രദ്ധിക്കണം. അതാകുമ്പോൾ ഇവർക്ക് ചൂട് താങ്ങൂല. അപ്പോൾ ഇവർക്ക് ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കണമെങ്കിലോ വെള്ളത്തിലൊന്ന് കിടക്കണമെങ്കിലൊക്കെ പിന്നെ വെള്ളം അടുത്ത് വേണം. അതുപോലെ മരങ്ങളോ കൊമ്പോ നല്ല മരത്തിൻ്റെ കൊമ്പൊക്കെ ഇങ്ങനെ റബ്ബറിൻ്റെ എന്തെങ്കിലും കൊമ്പുകളൊക്കെ പൊട്ടി വീണ് ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ കയറായ്മ ചുറ്റിപ്പണയും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ പിന്നെ വെള്ളം ഉള്ളിടത്ത് തന്നെ കെട്ടിയിടുമ്പോൾ അതാകുമ്പോൾ അവർക്ക് വെള്ളം കുടിക്കുക, ആവശ്യത്തിന് ദാഹത്തിന്. ചൂട് വല്ലാതെ താങ്ങാതാവുമ്പോൾ അവർക്ക് വെള്ളത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുക, വെള്ളത്തിൽ കിടക്കുക. ഈ പോത്തുംകുട്ടിയൊക്കെ അതേപോലെ ഇപ്പോൾ കൊമ്പുകളുണ്ട്, ചെറിയ കൊമ്പുകൾ, ഇത് നമ്മൾ മാറ്റിയിടണം. അതാകുമ്പോൾ കയറലേമി ചുറ്റിപ്പണയും. നമ്മൾ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടാകുന്ന രീതി ഉച്ചക്ക് വൈകുന്നേരം കെട്ടയക്കാൻ വരുമ്പോൾ ചുറ്റിപ്പണഞ്ഞ് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. പിന്നെ എങ്ങോട്ടും ശല്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 പോത്തുണ്ടെങ്കിൽ ഇതുപോലെ ഒരാളെ അഴിച്ചു വിടുക, ഒരാളെ ഫ്രീ ആക്കി വിടുക, 2 ആളെ കെട്ടിയിടുക. അതാകുമ്പോൾ ഈ കെട്ടയച്ച് വിട്ട ആൾ ഫ്രീ ആയിട്ട ആൾ എങ്ങോട്ടും പോകില്ല വല്ലാതെ കൂടുതൽ ദൂരത്തേക്ക്. അടുത്ത് കൂടി വല്ല കൃഷിയോ എന്തെങ്കിലും ചെടിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ കെട്ടാതിരിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ അവർ കച്ചറ ഉണ്ടാക്കും, അവരെ പോയി കടിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഉച്ചക്ക് മാറ്റി കെട്ടാൻ വരുമ്പോൾ ഇതൊക്കെ കെട്ടിയിട്ട് ഒരാളെ ഫ്രീ ആയിട്ട് വിടുക. ഫ്രീ ആക്കി വിട്ട ആളെ അങ്ങോട്ട് അഴിച്ചുവിടും ചെയ്ത് കെട്ടിയിട്ടാലും മതി. അപ്പോൾ അതൊക്കെയാണ് ഇതിലിപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ വെള്ളം അടുത്തുള്ളത്, ഇവിടെ വെള്ളമുണ്ട്, ഇതുപോലെ ഇവൻ്റെ കയറത് അങ്ങോട്ടൊക്കെ എത്തും, ഇതിലൊക്കെ വെള്ളമുണ്ട്. അങ്ങനെ പാടം മൂടി നിൽക്കുകയാണ്. ആ വെള്ളത്തേക്കൊക്കെ എനിക്ക് ഇറങ്ങുകയും ചെയ്യുക, കുടിക്കുകയും ചെയ്യുക, കിടക്കുകയും ചെയ്യുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ അതാണിപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പോത്തുകളെ കെട്ടുമ്പോൾ മൂരിക്കുട്ടികളാകുമ്പോൾ പിന്നെ അവർക്ക് വെള്ളം വേണമെന്നൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ കിടക്കണം എന്നില്ല, വെള്ളം വേണമെന്നുണ്ട്. പക്ഷെ അവർ വല്ലാതെ ഈ ചളിയുള്ള വെള്ളമൊന്നും വല്ലാതെ ചിലപ്പോൾ കുടിക്കില്ല പോത്തുകളെ പോലെ. പോത്തുകൾ പിന്നെ ഏത് ചളിയുള്ള വെള്ളം, ചേറുള്ള വെള്ളമൊക്കെ കുടിക്കും. അതൊക്കെയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോത്തുകൾ പാടത്ത് കെട്ടുമ്പോൾ. പിന്നെ പാമ്പുള്ള ഏരിയ ആണോ അല്ല പൊട്ടക്കിണറൊക്കെ ഉള്ള ഏരിയ ആണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. അവിടെ പിന്നെ പാമ്പൊന്നുമില്ല, ഒരു ചേര ഉണ്ട്, അത് കൂടി വലുതൊരു ചേര നടക്കും. അവനെ കൊണ്ട് പിന്നെ ശല്യമൊന്നുമില്ല, ആളെ കണ്ടാൽ പോവും. കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളത് അതൊക്കെയാണ്. ഈ പോത്തും കുട്ടികളെ കൊടുക്കാനുള്ളതാണ്. ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി. നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള പോത്തും കുട്ടികൾ. ഇതൊക്കെ നല്ല മുറ ക്രോസ് പെട്ട കുട്ടിയാണ്. അതാ ഒരു കുട്ടി മുറ ക്രോസ് പെട്ടതിന് ചെറിയ കൊമ്പുള്ള കുട്ടിയാണ്. ഇത് പിന്നൊരു ജാഫറാബാദി പെട്ട കുട്ടിയാണ്, ജാഫറാബാദിയുടെ ക്രോസാണ്. കൊമ്പൊക്കെ സൈഡൊക്കെ ഇങ്ങനെ പതിഞ്ഞ് വരുന്ന പോലത്തെ ഒക്കെ കൊണ്ടുപോയി നമ്മൾ നേരാക്കി എടുത്താൽ മെയിനൊക്കെ കയറി നല്ല ഉഷാറുള്ള കുട്ടികളായി മാറും. ഭാവിക്കുള്ള കുട്ടികളാണ് ഇതൊക്കെ. നല്ല ഷോള്ള കുട്ടിയാണ്. ഇവനൊക്കെ വളർത്തിയ ഒരു നഷ്ടവും വരില്ല. ഇവനൊക്കെ അപ്പോൾ ഈ വെയിലും ചൂടായ അപ്പോൾ അതായി ചളി കിടക്കും. അപ്പോൾ തന്നെ കിടക്കാനുള്ള ശ്രമത്തിലാണ്.